വചന വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സെൻറ്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 13-17. 17-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്നു പറഞ്ഞു. മിഷൻ, ദൗത്യമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെതാണ്. ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നതും അയക്കുന്നതും ദൈവമാണ്. നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ശിഷ്യന്മാരായ നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ യാത്ര കടൽ തീരത്തൂടിയാണ്. വ്യത്യസ്തത നിറഞ്ഞ ജീവിത അനുഭവങ്ങളുടെ ജനസഞ്ചയമാണ് കടൽ തീരമെന്ന് പറയുന്നത്. അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ യേശു അവനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അവൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഇടപെടുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൗത്യം, മിഷൻ എന്ന് പറയുന്നത് ഒരുവനെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. ക്രൈസ്തവ ദൗത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് നാം നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ഇടങ്ങളിലും ക്രിസ്തു സാന്നിധ്യമായി മാറുക എന്നുള്ളതാണ്. എപ്രകാരമാണ് ഈ ഭാഗത്ത് യേശു കർത്താവ് വിവിധ ജീവിത അനുഭവങ്ങളിൽ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, മിഷൻ ടു സീ പീപ്പിൾ ത്രൂ ദി ഐസ് ഓഫ് ഗ്രേസ്. ദൗത്യം എന്ന് പറയുന്നത് കൃപയുടെ കണ്ണിലൂടെ മനുഷ്യരെ കാണുക എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ ചുങ്കപീഠത്തിലിരിക്കുന്ന ലേവിയെ യേശു കണ്ടു. അവനോട് എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന് പറയുകയാണ്. സമൂഹം ലേവിയെ പാപിയായും ആത്മീയ അശുദ്ധത നിറഞ്ഞവനെന്നൊക്കെ കൽപ്പിക്കുമ്പോഴും യേശു അവനിൽ ഒരു ശിഷ്യനെയും ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരനെയും അവനിൽ കാണുകയാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ലേവിയുടെ ജീവിത സാഹചര്യങ്ങളെയല്ല യേശു കാണുന്നത്, അവനിലെ ദൈവികമായ സാധ്യതകളെ കണ്ടെത്തുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് യേശു ഇവിടെ പറയുമ്പോൾ അവന് വേണ്ടി ആയിരിക്കുക എന്നുള്ള ഒരു ഇൻവിറ്റേഷനാണ്, ക്ഷണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ജർമ്മൻ തിയോളജിയനായ ഡിട്രിച്ച് ബോൺഹാഫർ തൻ്റെ പുസ്തകമായ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഒരുവനെ ക്രിസ്തു വിളിക്കുന്നുവെന്ന് പറയുമ്പോൾ അവനോടൊപ്പമായിരിക്കുവാനും അവന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണെന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവന് വേണ്ടി ആയിത്തീരുക എന്ന് പറഞ്ഞത് ക്രൂശിൻ്റെ സഹനങ്ങളിലൂടെ അവന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ എല്ലായ്പ്പോഴും സമർപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദൗത്യം ദൈവത്തിൻ്റെ കൃപയിലാണ് ആരംഭിക്കുന്നത്. യേശു ലേവിയെ വിളിക്കുന്നത് അവൻ്റെ യോഗ്യത ജീവിത അനുഭവങ്ങളിലല്ല, എന്നാൽ കൃപയാലത്രേ അവനെ അവിടുന്ന് ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ അനുഗമിക്കുക എന്ന് വിളിക്കുന്നത്. ദൗത്യം എന്ന് പറയുന്നത് കൃപയുടെ കണ്ണുകളിലോടുകൂടി മനുഷ്യരെ കാണുക എന്നുള്ളതാണ്. 2, മിഷൻ ടു ബിൽഡ് റിലേഷൻഷിപ്പ് ത്രൂ കമ്പാഷനേറ്റ് പ്രസൻസ്. മനസ്സലിവ് നിറഞ്ഞ സാന്നിധ്യത്തിലൂടെ ബന്ധങ്ങളെ പണിയുക, രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. 15-16 വാക്യങ്ങളിൽ യേശു ലേവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷണം പങ്കിടുന്നുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ ഇടപെടുമ്പോഴാണ് അത് അർത്ഥപൂർണമായി തീരുന്നത്. ദൗത്യം എന്ന് പറയുന്നത് ഇടപെടലിലൂടെയും ബന്ധങ്ങളിലൂടെയാണ് യഥാർത്ഥമായിട്ട് രൂപപ്പെടുന്നത്. യേശു ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ ജീവിതം അവരോടൊപ്പം പങ്കിടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ മനസ്സലിവെന്ന് പറയുന്നത് സ്നേഹത്തോടെ അപരൻ്റെ വേദനകളിൽ പങ്കുചേരുന്നതാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഈ ദൗത്യമെന്ന് പറയുന്നത് ബന്ധങ്ങളെ എല്ലായ്പ്പോഴും രൂപപ്പെടുത്തിയെടുക്കുവാൻ, പാകപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയാണ്. യേശു കർത്താവ് സ്നേഹത്തോട് അപരൻ്റെ വേദനയിൽ പങ്കുചേരുന്ന പോലെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ അനേക ജീവിതങ്ങളിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. ഇവിടെ പരീശന്മാർ
ന്യായപ്രമാണത്തിൻ്റെ മതിലുകൾ പണിയുമ്പോൾ യേശു പങ്കിടലിൻ്റെ മേശയാണ് അവൻ്റെ ഭവനത്തിൽ ഒരുക്കുന്നത്. എല്ലായ്പ്പോഴും ഏവരെയും ചേർത്തു പിടിക്കുന്നത്. അവിടെ പറയുന്ന പരീശന്മാരും ചുങ്കക്കാരും അനേകർ അവിടെ കൂടി വന്നിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അതിർവരമ്പുകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ വലിയ ബന്ധമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ മനസ്സലിവ് വീണ്ടെടുപ്പിലേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവം മനുഷ്യരോടൊപ്പം വസിച്ചു എന്ന് പറയുമ്പോഴും അവൻ്റെ ജീവിത അനുഭവങ്ങളിൽ നാം ഓരോരുത്തരും ക്രിസ്തു സാന്നിധ്യമായി മനസ്സലിവിൻ്റെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് അനേക ജീവിതങ്ങളിൽ ഇടപെടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. മൂന്നാമതായിട്ട് മിഷൻ ടു ബിക്കെയിം ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഗോഡ്സ് ഹീലിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ. ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും വാഹകരായി തീരുക എന്നുള്ളതാണ്. 17-ാം വാക്യത്തിൽ യേശു ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ വേദനിക്കുന്നവരുടെയും പ്രയാസപ്പെടുന്നവരുടെയും പാപജീവിത അനുഭവങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നുവെന്ന് അവരോട് പറയുകയാണ്. ഈ മിഷൻ എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ്. സമഗ്രമായ സൗഖ്യമാണ് ഇവിടെ യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. സമഗ്രമായ സൗഖ്യത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും അടയാളമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യം. പാപം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ തകർച്ചയാണ്. എല്ലായ്പ്പോഴും അതിൽ നിന്ന് സൗഖ്യത്തിൻ്റെയും പുനഃസ്ഥാപനത്തിനും നമുക്ക് ആവശ്യമായിരിക്കുന്നു. രക്ഷ എന്ന് പറയുന്നത് പാപമോചനം മാത്രമല്ല, സൗഖ്യത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും അടയാളങ്ങളാണ്. നാം ക്രിസ്തുവിൻ്റെ സൗഖ്യ ദൗത്യവാഹകരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. തകർന്നുപോയ ജീവിതങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് എല്ലായ്പ്പോഴും ഒപ്പമായിരിക്കാൻ ദൈവത്തിൻ്റെ സൗഖ്യ ദൗത്യത്തിൽ സജീവ പങ്കാളികളായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലായ്പ്പോഴും അവരിന് സൗഖ്യം പകരുന്ന, അവനെ വീണ്ടെടുക്കുന്ന, പുനഃസ്ഥാപിക്കുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമായി തീരും. ക്രിസ്തുവിനെ പോലെ കൃപയുടെ കണ്ണുകളാൽ മനുഷ്യരെ കാണുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സലിവിൻ്റെ സാന്നിധ്യത്തിലൂടെ ബന്ധങ്ങൾ പണിയുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും വാഹകരായി തീരുവാൻ തക്കോണം ദൈവം നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമഗ്ര സൗഖ്യദായ ശുശ്രൂഷയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.